അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ കാണാനായിട്ട് ഒരുപാട് പേരൊന്നും ഇല്ല, കുറച്ച് ആളുകളൊക്കെ കാണുന്നുള്ളൂ. എന്നാലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. ആദ്യമായിട്ട് തന്നെ നമ്മുടെ അതുല്യ കലാകാരൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ സലിം കുമാർ ചേട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, അപ്പം നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മരിപ്പോ കല്യാണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ചാനലുകാർ ചെല്ലുകയും വീഡിയോസൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യും. അത് നല്ല കാര്യം തന്നെ. കാര്യം ഇതിനൊന്നും പോകാൻ പറ്റാത്തവർക്ക് എന്തൊക്കെ അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒരുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ചന്തു സംസാരിച്ചു പിന്നെ അത് ബുദ്ധിമുട്ടായി പോയെന്നൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ മകനെ കൊണ്ട് അത് സംസാരിപ്പിക്കുകയല്ലേ ചെയ്തത്. നമ്മൾ മനുഷ്യരാണ്, സെലിബ്രിറ്റികളും മനുഷ്യരാണ്. അവർക്കും ഉണ്ട് വികാര വിചാരങ്ങളൊക്കെ, ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം അവർക്കും ഉണ്ട്. അവർ മനുഷ്യരല്ലേ. അപ്പം നമ്മളെന്താണ് വിചാരിക്കേണ്ടത്? അവരുടെ കണ്ണുനീരൊപ്പി അവരുടെ കുടുംബത്തിൻ്റെ വ്യാകുലത ഒപ്പിക്കൊണ്ട് കാശുണ്ടാക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ, എനിക്ക് പറയാം. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. സെലിബ്രിറ്റികളുള്ളിടത്തെല്ലാം ഈ യൂട്യൂബ് ചാനലുകാരൊക്കെ എത്തുന്നത് സർവ്വസാധാരണമാണല്ലോ. ഇവിടെ ഞങ്ങൾക്കൊരു പുന്നപ്പുറ അപ്പച്ചൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഒരു കലാകാരനുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹമാണെങ്കിൽ സത്യൻ മാഷിൻ്റെ കാലം തൊട്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വരെ അഭിനയ രംഗത്തുണ്ടായിരുന്ന മനുഷ്യനെ 1500ഓളം അങ്ങാണ്ട് സിനിമ ചെയ്ത. അപ്പോൾ അങ്ങനെ എല്ലാവരിലേക്കും ആളുകൾ എത്തുന്നില്ല. എത്തുന്നതെന്ന് പറയുന്നത് ഈ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എത്ര ആൾക്കാർ കാഴ്ചക്കാരെ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുന്നത്. അല്ല വേറൊന്നുമല്ല. നിങ്ങളൊന്ന് ചിന്തിക്കണം. കലാകാരായാലും സെലിബ്രിറ്റികളായാലും അവരെത്ര ഉന്നതങ്ങളിൽ നിൽക്കുക, അവർ മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ വികാര വിചാരങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ്റെ മരണത്തിലും കണ്ടതാണ്. ആ മക്കളുടെ കണ്ണുനീര് ഒപ്പിയെടുത്തിട്ട് അതിന് കമൻസൊക്കെ ഇട്ട് അതിന് പിന്നെ ആ വീഡിയോ ഇട്ടിട്ട് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഈ സമൂഹം ഇങ്ങനെ അങ്ങ് അധപ്പതിക്കുന്നതെന്നാണ് ചിന്തിച്ചു പോകുന്നത്. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ. രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ സാധാരണക്കാർക്ക് അയ്യോ അതങ്ങനെയാണോ എന്ന് മനസ്സിലാകത്തില്ലേ? അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും അവരും ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. ചിലരൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചിലർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മൈലേജ് ഉണ്ടാക്കാം, അതാണ് ചിന്തിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഞങ്ങൾക്ക് എങ്ങനെ മൈലേജ് ഉണ്ടാക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരോടുമുള്ള സ്നേഹമോ വാത്സല്യമോ ഒന്നും കൊണ്ടല്ല. ഓരോരുത്തർക്കും അവരുടേതായ ഒരു പ്രൈവസി ഉണ്ട്, അത് കൊടുക്കണം. അത് കൊടുക്കാഞ്ഞതിൻ്റെ പേരിലാണ് ചന്തുവിന് ഇന്നലെ അത്രയും സംസാരിക്കേണ്ടത്. അങ്ങനൊരു സംസാരിക്കാനൊരു സാഹചര്യം ഒത്തത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുറച്ച് മര്യാദ കാണിക്കണം. നമ്മൾ വീഡിയോ എടുക്കുക ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെ ആ സിറ്റുവേഷൻ നോക്കണം. ശ്വേതാമേനോൻ അവിടെ ഇരുന്നു, അപ്പോൾ ആ മുഖം ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് അതിനെന്തെല്ലാം കമൻസുകളാണ്. പിന്നെ അവരുടെ ഒരു പ്രിയപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു സഹപ്രവർത്തകൻ്റെ മരണത്തിന് വന്നിട്ട് അവർക്ക് എന്തോ അവിടെ തുള്ളിക്കളിച്ച് നടക്കാൻ, അവരെവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്ന് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആ മുഖം ഒപ്പിയെടുത്തിട്ട് പിന്നെ അതിനങ്ങ് കമൻസ് ഇടുന്ന കേൾക്കാനോ കാണാനോ കൊള്ളാവുന്ന കമൻസാണോ ഇടുന്നത്? അല്ല. നിങ്ങളോട് കൈയെടുത്ത് കുമ്പിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള കമൻസുകളെങ്കിലും ഇടാതിരിക്കും. ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിക്കും. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിങ്ങനെ പറയാനൊക്കെ കാണും. ഈ സെലിബ്രിറ്റികളുടെ വീട്ടിൽ പാഞ്ഞു പോകുന്ന അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അവരെ വിറ്റ് കാശാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ. അല്ല, ഇവിടെ സാധാരണക്കാർ എത്രയോ പേര് മരിക്കുന്നു? ആരെങ്കിലും വരുന്നുണ്ടോ? പോകുന്നുണ്ടോ? ഇല്ലല്ലോ.
അല്ല ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മൾ ഈ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അതിന് പ്രതികരിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ കാണാനും കേൾക്കാനും ഒന്നും അതിനും വേണ്ടി പേരൊന്നുമില്ല. ആപ്പാട് കുറച്ച് പേരൊക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കുടുംബ അംഗങ്ങൾ. എന്നെ അവർ സ്നേഹിക്കുന്നതുകൊണ്ടും ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ആയിരിക്കും അവരത് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഓരോന്നിനും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മളും മറുപടി പറഞ്ഞു പോകും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മളും പറഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.